പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങയുടെ വത്സല മണവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയായി എഴുന്നള്ളി വരണമേ. ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഒക്ടോബർ മാസത്തിന്റെ 29-ാം ദിവസത്തേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന പുസ്തകത്തിലെ 479-ാമത്തെ സന്ദേശത്തിൽ, അത് 1992 ഒക്ടോബർ മാസം 7-ാം തീയതി പരിശുദ്ധ അമ്മ സ്റ്റെഫാനുഗോപി അച്ഛന് നൽകിയ ഒരു സന്ദേശമാണ്. അതിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: ചങ്ങലയും അതുപോലെ താക്കോലുമായിട്ട് ഒരു മാലാഖ. ഈശോയുടെ സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മ നമ്മുടെയൊക്കെ അമ്മയായിട്ട് മാറിയത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തില് 19-ാം അധ്യായം അതിന്റെ 26-ാം വാക്യത്തിൽ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ യോഹന്നാനോട് പറയുന്ന വാക്കുകളാണ്: ഇതാ നിന്റെ അമ്മ. അങ്ങനെ പരിശുദ്ധ അമ്മ നമ്മുടെ എല്ലാവരുടെയും അമ്മയായിട്ട് മാറി, സഭയുടെ അമ്മയായിട്ട് മാറി, ദൈവത്തിന്റെ ഓരോ മക്കളുടെയും അമ്മയായിട്ട് പരിശുദ്ധ അമ്മ മാറി. ഈ അമ്മയോട് ചേർന്നുകൊണ്ടാണല്ലോ നമ്മൾ ജപമാല ചൊല്ലി നിത്യവും പ്രാർത്ഥിക്കുന്നത്. നമ്മൾ കാണുന്നുണ്ട്, ലെപ്പാൻഡോയിലെ ആ വലിയ യുദ്ധത്തിൽ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചപ്പോൾ ക്രൈസ്തവർക്ക്, ദൈവത്തിന്റെ മക്കൾക്ക് വലിയ വിജയം അമ്മ വഴി ലഭിക്കുകയുണ്ടായി. നമുക്കൊരു ഭൗതിക മേഖലയിലുണ്ടായ ഒരു വിജയമാണ് ഇതെങ്കിൽ, പരിശുദ്ധ അമ്മയെ ഈശോ പരമേൽപ്പിച്ച ദൗത്യം എന്ന് പറയുന്നത് നമ്മൾ കണ്ടു. ഒരു മാലാഖ, ആ മാലാഖ ഒരു കീയും ഒരു ചങ്ങലയുമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു കാര്യം പരിശുദ്ധ അമ്മ നമ്മെ അറിയിക്കുകയാണ്. ഇവിടെ ഈ താക്കോൽ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദൈവികമായിട്ടുള്ള വലിയൊരു അധികാരമാണ്. നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായം 22-ാം തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: ദാവീദ് ഭവനത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ ഞാൻ വെച്ചുകൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല. ദൈവം ഈശോയ്ക്ക് നൽകിയ വലിയ അധികാരം, ഇത് പിശാചിന്റെ മേലുള്ള വലിയ അധികാരമാണ്. കർത്താവ് തന്റെ കുരിശു മരണത്തിലൂടെ നമുക്ക് നേടിത്തന്ന ഒരു വലിയ അവകാശമാണ്. പിശാചിന്റെ ആധിപത്യത്തിൽ നിന്നും നമ്മെ അവിടുന്ന് മോചിപ്പിച്ചു എന്നുള്ളത്. ലോകത്തിലുള്ള നമ്മളുടെ ജീവിതം എന്നത് ഒരു വലിയ സമരമാണ് എന്ന് ഈ സന്ദേശത്തില് 479-ാമത്തെ സന്ദേശത്തില് മാതാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ യുദ്ധത്തില് അത് സ്വർഗത്തിന്റെ വലിയ ഒരു വിജയമാണ് ഈ ജപമാല പ്രാർത്ഥനയിലൂടെ ദൈവത്തിന്റെ ഓരോ മക്കൾക്കും ലഭിക്കുന്നത്. അപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ഈശോ വലിയ ഒരു അധികാരം കൊടുത്തിരിക്കുകയാണ്. ഈ അധികാരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മക്കളെ പിശാചിന്റെ പിടിയിൽ നിന്നും സംരക്ഷിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മ ആ ദൗത്യം ഓരോ ദിവസവും, പ്രത്യേകിച്ച് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും നമുക്ക് മുന്നേ നടന്നു നീങ്ങി അമ്മയുടെ ആ വലിയ സൈന്യ വ്യൂഹത്തിന്റെ അംഗങ്ങളായി മാറി നമ്മൾ ഓരോരുത്തരും അമ്മയോട് ചേർന്ന് സമരം ചെയ്യാൻ നമ്മെ ക്ഷണിക്കുകയാണ്. ലെപ്പാൻഡോയുടെ യുദ്ധത്തിൽ ഒരു ഭൗതികമായിട്ടുള്ള വിജയമാണ് ലഭിച്ചതെങ്കിൽ, ഇതാ ഓരോ പ്രാവശ്യവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പിശാചിന് അവന്റെ ശക്തി പൂർണ്ണമായിട്ടും ചോർന്നു പോവുകയാണ്. ദൈവമക്കളുടെ മേലുള്ള അവന്റെ അവകാശം ഇല്ലാതായിട്ട് മാറുകയാണ്. ആത്യന്തികമായ വിജയം സ്വർഗത്തിൻ്റെതായിട്ട് മാറുകയാണ്. പ്രിയമുള്ളവരെ, അനുദിന ജീവിതത്തിൽ എത്രയോ പരീക്ഷണങ്ങളിലൂടെ ആണ് നമ്മൾ കടന്നു പോകുന്നത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു സമരമാണ്, ഒരു യുദ്ധമാണ് എന്ന് വിശുദ്ധ പൗലോസ്ലീഹായുടെ എഫേസ്യർക്കാർക്കെതിരെ ലേഖനം അതിന്റെ 6-ാം അധ്യായത്തില് 10 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു ക്രൈസ്തവന്റെ ജീവിതം എന്നത് ഒരു യുദ്ധമാണ്, ആത്മീയ സമരം. ഈ ആത്മീയ സമരം നമ്മൾ നയിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം. പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിക്കുകയാണ്: നിങ്ങൾ സമരം ചെയ്യുന്നത് മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, എന്ന് പറഞ്ഞാൽ മനുഷ്യർക്കെതിരെയല്ല, മറിച്ച് പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ്. ചുരുക്കി പറഞ്ഞാൽ പിശാചിനെതിരെയാണ് നമ്മുടെ യുദ്ധം. ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും പ്രിയമുള്ളവരെ, ഒരു തെരഞ്ഞെടുപ്പ് നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നുണ്ട്. ദൗർഭാഗ്യപരമായിട്ട് പറയട്ടെ, ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ന് ദൈവത്തിന്റെ മക്കൾ പരാജയപ്പെടുകയാണ്. കാരണം നമ്മൾ പലപ്പോഴും നയിക്കപ്പെടുന്നത് ഈ തിന്മയാൽ തന്നെയാണ്. പിശാച് ആരെയും രക്ഷിച്ചതായിട്ട് കേട്ടിട്ടില്ല. പിശാച് കടന്നു വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും വേണ്ടിയിട്ടാണ് എന്ന്
വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ 10-ാം അധ്യായം 10-ാം തിരുവചനത്തിന്റെ ആരംഭത്തിൽ നമ്മൾ വായിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അവന്റെ ചതി, അവന്റെ കൗശലം നമ്മൾ തിരിച്ചറിയണം. അതിന് ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ഓരോ മക്കൾക്കും പരിശുദ്ധ അമ്മ വലിയ തിരിച്ചറിവുകൾ, പരിശുദ്ധ അമ്മ വലിയ സംരക്ഷണം നൽകിക്കൊണ്ട് പിശാചിന്റെ പിടിയിൽ നിന്നും ഈ ശക്തമായ ജപമാലയാകുന്ന ആയുധം കരങ്ങളിലെടുത്ത് ഈശോയ്ക്ക് നൽകപ്പെട്ടിട്ടുള്ള ആ വലിയ അധികാരം പരിശുദ്ധ അമ്മയ്ക്ക് ഈശോ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്, ഓരോ മക്കളെയും സംരക്ഷിക്കാൻ. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ അമ്മയോട് ചേർന്ന് നിന്ന് അമ്മയുടെ മാധ്യസ്ഥം തേടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ വിജയം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സുനിശ്ചിതമാണ്. അതിനായിട്ട് നമ്മൾ ഒന്ന് ചെയ്യണം, അമ്മയോട് ചേർന്ന് നിൽക്കുക. അമ്മയുടെ വിമല ഹൃദയമാകുന്ന സുരക്ഷിത സങ്കേതത്തിൽ നമ്മൾ അവിടെ അഭയം തേടുക. അമ്മയാൽ നയിക്കപ്പെടണം. അമ്മ നമ്മെ സംരക്ഷിക്കും. അമ്മ നൽകുന്ന ഈ സംരക്ഷണത്തിന് കീഴിൽ ഓരോ ക്രൈസ്തവനും ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും നമ്മെ പ്രലോഭനത്തിലേക്കും നാശത്തിലേക്കും മരണത്തിലേക്കും നയിക്കുന്ന പിശാചിന്റെ ഗൂഢതന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളെ കുറിച്ച് ധ്യാനിച്ച് ഓരോ നിമിഷവും പിശാചിനെ പരാജയപ്പെടുത്തി മുന്നേറുക തന്നെ വേണം. നമുക്ക് ഈ ദിവസം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അമ്മ നമുക്ക് നൽകുന്ന സംരക്ഷണം സ്വർഗത്തിന്റെ സംരക്ഷണമാണ്. ഈശോ പരമേൽപ്പിച്ച അധികാരമാണ്. ആ ദാവീദ് ഭവനത്തിന്റെ താക്കോൽ സ്വന്തമായി കയ്യിലുള്ളവൻ, ആ താക്കോൽ കയ്യിലുള്ളവൻ തുറക്കാനും അടയ്ക്കാനും കഴിവുള്ളവൻ, അവൻ ദൈവപുത്രനായ മിശിഹ. ഈ അധികാരം തന്റെ സ്വന്തം അമ്മയായ പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അമ്മ ആ ദൗത്യം ഏറ്റെടുത്ത് നമ്മെ ഓരോരുത്തരെയും അമ്മയുടെ സംരക്ഷണത്തിൽ മുന്നോട്ട് നയിക്കും. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ എന്ന് അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.